എല്ലാവരും മാനമായി സ്വീകരിക്കലാണ് നയം. ഈ എല്ലാവരോടും സംസാരിക്കലാണ് നയം. ആ നയം തന്നെ തുടർന്നു. ഇവിടെ കാന്തപുരം എവിടെ പിഴച്ചു? കാന്തപുരത്തിന്റെ നയത്തിൽ എവിടെ പിഴച്ചു? നയത്തിൽ എവിടെ മാറ്റമുണ്ടായി? എനിക്ക് കേൾക്കണോ? AP വിഭാഗത്തിന്റെ വോട്ട് കിട്ടുന്നവരെ ജയിക്കൂ കാന്തപുരം. ഇതെപ്പോ പറഞ്ഞതാ? ഓ, ചിലര് പറയാ കറാമത്ത് പൊട്ടിപ്പോയി. ആരെ കറാമത്ത് പൊട്ടി? ഒരു കറാമത്തുണ്ടായില്ല. പച്ചക്കള്ളം പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട വയലത്തൂർ തങ്ങള് സംബന്ധിച്ച് പച്ചക്കള്ളം പറഞ്ഞില്ലേ? വയലത്തൂർ തങ്ങള് ET മുഹമ്മദ് ബഷീർ ചെന്നപ്പോ ഒരു ഗ്ലാസ് വീണ് പൊട്ടി പോലും. അപ്പൊ തങ്ങൾ പറഞ്ഞു പോലും ബഷീർ പൊട്ടിയില്ലേ, കോണി പൊട്ടി. അതാ ലഫ്ദ്, എന്തോ ഒരു ലഫ്ദ് പറഞ്ഞു പോലും. വയലത്തൂർ തങ്ങൾ ET മുഹമ്മദ് ബഷീറിനെ കണ്ടിട്ട് പോലുമില്ല. ET മുഹമ്മദ് ബഷീർ അദ്ദേഹത്തെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത്? പച്ചക്കള്ളം പണ്ഡിതന്മാരാവുകൊണ്ട് പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീറിനെയും കൂട്ടിയിട്ട് വയലത്തൂർ തങ്ങളെയും കൂട്ടിയിട്ട് ഇരുത്തിയിട്ട് അതൊന്ന് തെളിയിക്കാൻ അപ്പുറത്ത് പ്രസംഗിച്ച പണ്ഡിതന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. വെറുതെ എന്തിന് കളവ് പറയണം? പിന്നെ ആരോ സ്വപ്നം കണ്ടുപോലും. അങ്ങനെ കള്ളത്തരീക്കത്തുകാർ എത്ര സ്വപ്നം കാണാറുണ്ട്? അത് ഞങ്ങൾക്ക് എന്താണ് ബാധകം? ഒരു ചങ്ങാതി പറഞ്ഞത് ഞാൻ കക്കാട് തരീക്കത്തിലേക്ക് പോയത് സ്വപ്നം കണ്ടിട്ടാണ്. ആ സ്വപ്നത്തെ സംബന്ധിച്ച് ഞാൻ വിശദമായി കക്കാട് തരീക്കത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച CD പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ ഏതെങ്കിലും വിവരമില്ലാത്ത കക്ഷികൾ ബിരുദവും വാങ്ങി ഇറങ്ങിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണോ ഉത്തരവാദി? അദ്ദേഹം ബിരുദം വാങ്ങിയത് മർക്കസ് എന്നല്ല. ഞങ്ങൾ നിങ്ങളെ പോലെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല. സുബ്ഹാനല്ലാഹ്. ഒരു ചങ്ങാതി പറയാണ് ഒരു സഖാഫി BJP പോയിരിക്കുന്നു. ഞാനത് പറയുമ്പോ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. BJP പോയോ ഇല്ല എന്നുള്ളതല്ല എന്റെ വിഷയം. എന്റെ വിഷയം ഒരു സഖാഫി BJP പോയിട്ട് അതിന് ഉത്തരവാദി കാന്തപുരം ഉസ്താദ്. പോയോ പോയില്ല വേറൊരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയുന്ന സ്റ്റേജില് നേതാവിനെ വിളിക്കുന്നത് ഒരു സഖാഫി എന്ന് പേരുള്ളവനാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോയാൽ ചുരുക്കം ചില ആളുകൾ കാന്തപുരം ഉസ്താദിന് എതിരായിട്ട് സ്റ്റേജിൽ കയറുന്നതിന് അയാൾ എന്നെ തെളിവല്ലേ? ഏതെങ്കിലും സഖാഫി എന്ന ബിരുദവും എടുത്തിട്ട് അത്തരം ആളുകൾ ചിലപ്പോ കാന്തപുരം ഉസ്താദിനെ ചീത്ത പറഞ്ഞു നടക്കുന്നവരില്ലേ? സഖാഫിന്റെ പേരും വെച്ചിട്ട് അതിന് ഉസ്താദാണോ ഉത്തരവാദി? സഖാഫീസ് അസോസിയേഷൻ, അങ്ങനെ ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്. അതിന്റെ ചെയർമാനാണ് പാവപ്പെട്ട ഞാൻ. സഖാഫികൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. മറ്റാരെങ്കിലും പറഞ്ഞാൽ അത് സഖാഫിയുടെ ഏതെങ്കിലും ആദർശമായി ആരും കരുതേണ്ടതില്ല. ഞങ്ങളുടെ പത്രത്തിൽ ഞങ്ങൾ പറയും, ഞങ്ങളുടെ പ്രസ്താവനകൾ. അതിനപ്പുറം മുഖപത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനമോ ദൃഷ്ടി സത്യധാര കളവ് മാത്രം പറയാൻ വേണ്ടി ഉണ്ടാക്കിയത്. ഞാൻ കമ്മീഷൻ എടുത്തു എഴുതിയ സാധനമല്ലേ, പിന്നെ കളവ് അറിയൂ എന്നുള്ളത്. ഞാൻ അള്ളാന്റെ അടുക്കലും കോടതിയിലെത്തും എനിക്ക് തെളിയിക്കാൻ കഴിയുന്ന എനിക്ക് ഉറപ്പല്ലേ കളവ് അറിയൂ എന്ന് പറഞ്ഞാൽ? എന്റെ ജീവിതത്തിൽ കമ്മീഷൻ എടുത്തിട്ടല്ല എന്നല്ല, 20 കൊല്ലമായിട്ട് ഞാൻ സിറാജുൽ തീർച്ചയായിട്ടുന്നുണ്ട്. ഒരു നയാകാശിന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. എന്നിട്ട് ഞാൻ കമ്മീഷന് പറ്റുന്നു എന്ന് എഴുതിയ പത്രത്തിലെ സത്യധാര. അതുകൊണ്ട് തന്നെ അള്ളാന്റെ കോടതിയിലെത്തുമ്പോ സത്യധാരയും പിടിച്ചിട്ട് അതിന്റെ പ്രചാരകന്മാരെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യും, സംശയം വേണ്ട. അത് നല്ല ആത്മീയ ബോധത്തോടെയാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, AP വിഭാഗത്തിന്റെ വോട്ട് കിട്ടുന്നവരെ ജയിക്കൂ കാന്തപുരം. കാന്തപുരം അത് പറഞ്ഞാൽ റെഡി ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഞാൻ കാന്തപുരം ഉസ്താദിനെ അവിടെ വന്ന് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചത് കുറ്റ്യാടിയിൽ. കാന്തപുരം ഉസ്താദ് പ്രസംഗിക്കുന്നു. 10ഓളം ചോദ്യം അച്ചടിച്ച് വന്നിരിക്കുന്നു. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം, കാന്തപുരം ഉസ്താദിനോടുള്ള ഒരു ചോദ്യം, ഉസ്താദ് തലേ ദിവസം പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന ആൾ ഉപ്പാന്റെ പേരും സ്വന്തം പേരും എഴുതിയിട്ട് തരണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നവർ പേരും ബാപ്പന്റെ പേരും എഴുതി കൊടുക്കണമെന്ന് ഹദീസിലുണ്ടോ? അതാ ഒന്നാമത്തെ ചോദ്യം. ഉസ്താദിന്റെ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന സൈനബ. ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹാ പുറത്ത് കാത്തിക്കുമ്പോ ഒരാൾ വേറൊരു പെണ്ണും കൂടി വന്നു. അപ്പോ ചോദ്യം ചോദിക്കാൻ വേണ്ടി പുറത്ത് കാത്തിക്കാണ്. അപ്പൊ ഒരാൾ ഉള്ളിലേക്ക് പോകുമ്പോൾ 2 പെണ്ണുങ്ങൾ പുറത്തിരിക്കുന്നു എന്ന് പറയണോന്ന്. ഹദീസ് സഹിഹായ ഹദീസാണ്, ബുഖാരിയിൽ തന്നെയുള്ള ഹദീസാണെന്ന് എന്റെ ഓർമ്മ. അപ്പോ റസൂലുള്ളാഹിനോട് 2 പെണ്ണുങ്ങൾ പുറത്തിരിക്കുന്നത് ആരാ? സൈനബിയാണ്. അയ്യു സൈനബി, ഏത് സൈനബിയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സൈനബിയാണെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു,